ട്രംപ് സമാധാനത്തിൻ്റെ നോബൽ സമ്മാനം വേണമെന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു സഹസ്രാബ്ദത്തിൽ തന്നെ ഏറ്റവും വലിയ കോമഡിയാണ്. ഇറാൻ ഇപ്പോൾ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പറയുന്ന കാരണം എന്താണ്? ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും പുറത്തു പറയുന്ന കാരണം ഇറാനിൽ അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. നാളിതുവരെ ഇറാൻ ആയുധത്തിൻ്റെ ലെവലിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവും അമേരിക്കയ്ക്കോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആർക്കുമോ ലോകത്തിന് മുന്നിൽ വെക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇറാനിലെ എണ്ണ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. അത് ഇറാൻ എത്ര വഴങ്ങിയാലും എത്ര സമാധാനത്തിന് വേണ്ടി നിന്നാലും എല്ലാം ചെയ്യും. ഇറാൻ പറയുന്നത് ഞങ്ങൾക്ക് ചർച്ചയില്ല, ഞങ്ങളിനി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അവരെങ്ങനെയാണ് ചർച്ച ചെയ്യുക? കാരണം ഇറാൻ്റെ പരമോന്നതനായ നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖമനേയി 1989 മുതൽ ആ രാജ്യത്തിൻ്റെ എല്ലാമായ കാര്യങ്ങളിൽ അന്തിമവാക്കായ ആളാണ് ഖമനേയി. അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്ത ശേഷം പിന്നെ എന്ത് ചർച്ചയ്ക്കാണ് ഇറാൻ നിൽക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെ ഭ്രാന്തൻ രൂപമായി മാറിയിരിക്കുന്ന ട്രംപ് ഭരണകൂടവും വംശവെറിയൻ യുദ്ധഗതിയനായ ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ ഇസ്രായേൽ ഭരണകൂടവും ചേർന്ന് ലോകത്തെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. ഇത്തവണ ഇറാനും പരിസരത്തുള്ള ഗൾഫ് രാഷ്ട്രങ്ങളുമാണ് യുദ്ധവേദിയായി മാറിയിട്ടുള്ളത്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തി നിൽക്കുകയാണ്. അപ്രതീക്ഷിതമായി ഫെബ്രുവരി 28 ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആ രാജ്യത്ത് ആക്രമണം നടത്തുകയും ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയെ അടക്കം വധിക്കുകയും ചെയ്തത്. നൂറുകണക്കിന് പെൺകുട്ടികളടക്കം ഈ നിഷ്ഠൂരമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. തുടർന്ന് ഇറാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഗൾഫ് മേഖലയിൽ അതിൻ്റെ നാശനഷ്ടങ്ങൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും അധികം താല്പര്യവും ആശങ്കയുമുള്ള ഈ ഒരു സംഭവത്തെപ്പറ്റി വിലയിരുത്തുമ്പോൾ നമുക്ക് ലോകത്തെ തന്നെ ഒരു അസ്ഥിരപ്പെടുത്താനും എല്ലാ വിഭവങ്ങളും പ്രകൃതി വിഭവങ്ങളും ഉൾപ്പെടെ എല്ലാം കൊള്ളയടിക്കാനുമുള്ള സാമ്രാജ്യത്വത്തിൻ്റെ ത്വരയാണ് ഇതിലെല്ലാം തെളിഞ്ഞു വരുന്നത്. ഈ സ്ഥിതിവിശേഷത്തെപ്പറ്റി വിജേഷ്, ഇപ്പം നമ്മുടെ കഴിഞ്ഞ ജൂണിൽ ഇതേപോലെ ഒരു ചർച്ചകൾ സമാധാനത്തിലേക്ക് നീങ്ങുമെന്ന തോന്നലുള്ളപ്പോഴാണ് ഇറാനിൽ അമേരിക്ക ആക്രമണം നടത്തിയത്. വീണ്ടും സമാന സാഹചര്യത്തിലാണ് ഈ ഒരു സ്ഥിതി. ഇതിനെപ്പറ്റി എന്താണ് സായിട്ട്? അതായത് നമ്മളിപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോൾ സൈറ്റ് നോക്കുമ്പോൾ അമേരിക്കയുടെ ഒരു ജെറ്റ് കുവൈത്തിൽ തകർന്നു കൊണ്ടിട്ടുണ്ട്. അമേരിക്കയുമായി ഇനി യാതൊരു ചർച്ചകൾക്കും പ്രസക്തിയില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും പൂർത്തിയാക്കുന്നതുവരെ ഈ ആക്രമണം തുടരുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ പശ്ചിമേഷ്യ ഒന്നാകെ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് തന്നെ, ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടൽ നിലനിൽക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്തിപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ആക്രമണത്തിൻ്റെ ഭാഗമായി വലിയ സംഘർഷത്തിലേക്ക് പശ്ചിമേഷ്യ പോവുകയാണ്. ആത്യന്തികമായി ഇത് സത്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോക സാമ്രാജ്യത്തിന്, അതായത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഫാസിസ്റ്റ് രൂപം, അതിൻ്റെ ഒരു ആക്രമണോത്സുകമായ രൂപത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ. ഇതിപ്പോൾ ഇറാന് എതിരെയുള്ള ആക്രമണം ഒറ്റപ്പെട്ട ഒരു ആക്രമണമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി 3 വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സീലിയ ഫ്ലോറസിനെയും, ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും രാത്രി ആ രാജ്യം ഒരു വിദേശ സൈന്യം, അമേരിക്കയുടെ സൈന്യം വന്ന് ആക്രമിക്കുന്നു. പ്രസിഡൻറ്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് തട്ടിക്കൊണ്ട് പോകുന്നു. ഇത് ശരിക്കും ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അർഹിക്കുന്ന ഗൗരവത്തിൽ ഇത് എത്ര ഗുരുതരമായൊരു സാഹചര്യമാണ് അല്ലേ? ഇപ്പോൾ നമ്മൾ ഏത് രാജ്യത്തിൻ്റെ, ഇപ്പോൾ നരേന്ദ്രമോദി, അദ്ദേഹത്തോട് രാഷ്ട്രീയമായി യോജിക്കുന്നവരുണ്ടാവാം, വിയോജിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഈ രാജ്യത്തൊരു അസ്ഥിരത ഉണ്ടാക്കുകയും വേറൊരു വിദേശ രാജ്യത്തിൻ്റെ ഭരണാധികാരി വന്നിട്ട് അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അതിനോട് യോജിക്കാൻ പറ്റുമോ? ലോകത്തിൽ ഒരു ജനതയ്ക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. അത്രയും ഭീതിതമായൊരു സാഹചര്യമാണ്. എന്നിട്ട് ആ വെനസ്വേലയെ നിയന്ത്രണത്തിലാക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്നുണ്ട്, കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം ക്യൂബയെ വെല്ലുവിളിക്കുന്നുണ്ട്. ക്യൂബയിലേക്കുള്ള വെനസ്വേലയുടെ എണ്ണ വിതരണം തടയുന്നുണ്ട്. കരീബിയനിൽ മൊത്തം കപ്പലുകൾ ആക്രമിക്കുന്നുണ്ട്. ഇത്തരം രൂക്ഷമായ സാമ്രാജ്യത്വത്തിൻ്റെ ആക്രമണോത്സുകമായ നയങ്ങളാണ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം. എന്തിനേറെ പറയുന്നു, കൂടെ പറയേണ്ടത് നമ്മുടെ ഡെൻമാർക്കിൻ്റെ ഭാഗമായ ഗ്രീൻലൻഡ് എന്ന് പറയുന്ന അവരുടെ നാറ്റോ സഖ്യകക്ഷിയുടെ ഭാഗമായ ഗ്രീൻലൻഡിനെ തന്നെ ഏറ്റെടുക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അവിടെ കൊടികുത്തുന്ന ഗ്രീൻലൻഡിൽ അമേരിക്കയുടെ കൊടികുത്തി ട്രംപ് നിൽക്കുന്ന ചിത്രം ട്രംപ് തന്നെ പോസ്റ്റ് ചെയ്തു. അതെ, അത് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലോകത്തെ ഏറ്റവും വലിയ സൈനിക
ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ് അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച ആളാണ്. പക്ഷേ ട്രംപിൻ്റെ ഭരണകാലത്ത് 1 വർഷത്തിനുള്ളിൽ 7 രാജ്യങ്ങളിലാണ് ആക്രമണം നടത്തിയത്. അത് നയങ്ങളിൽ ഒരു സുസ്ഥിരതയുമില്ല, പ്രഖ്യാപനങ്ങൾ എല്ലാം ഒരു സത്യമായ ഭ്രാന്തൻ ജൽപ്പനങ്ങളാണ്. അത് ലോകത്തിന് കടുത്ത ഭീതിയല്ലേ ഈ ഒരു. തീർച്ചയായും ട്രംപ് സമാധാനത്തിന് നോബൽ സമ്മാനം വേണമെന്ന് പറയുന്നത് ശരിക്ക് ഈ ഒരു സഹസ്രാബ്ദത്തിൽ തന്നെ ഏറ്റവും വലിയ കോമഡിയാണ്. കാരണം സമാധാനത്തിന് വേണ്ടി എത്ര യുദ്ധം ചെയ്യാനും തയ്യാറെന്ന് പറയുന്ന ആളാണ് ട്രംപ്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ആക്രമിച്ച രാജ്യങ്ങളുടെ എണ്ണം 7 or 8 വരും, നേരിട്ടുള്ള ആക്രമണം നടത്തിയത്. അപ്പോൾ ഇപ്പോൾ ഇറാൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇറാനെ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആക്രമിച്ചു. 12 ദിവസം നീണ്ട യുദ്ധമുണ്ടായി. ആ 12 ദിവസം നീണ്ട യുദ്ധത്തിൽ ഇറാൻ്റെ ആണവ സങ്കേതങ്ങൾ മുഴുവൻ അമേരിക്ക ആക്രമിച്ചു. ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക പറയുന്ന കാരണം എന്താണ്? ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രായേലും പുറത്തു പറയുന്ന കാരണം ഇറാനിൽ ആണവായുധം ശേഖരിച്ചിട്ടുണ്ട്, അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധം ഉണ്ടാക്കാൻ പോകുന്നു എന്നാണ്. അമേരിക്ക ഡയറക്റ്റായിട്ട് കഴിഞ്ഞ ജൂണിലെ ആക്രമണത്തിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അതിശക്തമായ ആക്രമണം നടത്തി. അതിന് ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തു വന്നു. IAEA അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾ ഇറാനിൽ നടക്കുന്നുണ്ട്. നാളിതുവരെ ഇറാൻ ആയുധത്തിൻ്റെ ലെവലിലേക്ക് യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് ഒരു തെളിവും അമേരിക്കയ്ക്കോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ആർക്കുമോ ലോകത്തിന് മുന്നിൽ വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവരന്ന് ആക്രമണം നടത്തി. അന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിന് സമാനമായി അന്നും പാശ്ചാത്യ രാജ്യങ്ങളും അമേരിക്കയും ഇറാനും കൂടി ഖത്തറിൻ്റെയും ഒമാൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ അന്ന് കഴിഞ്ഞ ജൂണിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ച നടന്ന് എനിക്ക് തോന്നുന്നു 6ാമത്തെ വട്ടമോ എന്തോ ചർച്ച വളരെ പ്രോഗ്രസീവായി മുന്നോട്ട് പോകുമ്പോൾ ആ 6ാം വട്ട ചർച്ച തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നത് കഴിഞ്ഞ ജൂണിൽ. ആ യുദ്ധം അതിരൂക്ഷമായി 12 ദിവസം നീണ്ടു വന്നു. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാൽ അതുപോലെയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നോക്കിയാലും ഇറാൻ അമേരിക്ക ഒരു അന്ത്യശാസനം നൽകുന്നു, 10 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കരാറിൽ ഒപ്പിടണമെന്ന് പറയുന്നു. അതിനെ തുടർന്ന് ഒമാൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കുന്നു. ജനീവയിൽ 27-ാം തീയതി നടന്ന ചർച്ച വളരെ ഭംഗിയായി പൂർത്തിയാവുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ പോവുകയാണെന്നും യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കില്ല, സമ്പുഷ്ടീകരിച്ച യുറേനിയം കരുതലിൽ വയ്ക്കില്ല, ശേഖരിച്ച് വയ്ക്കില്ല എന്ന് ഇറാൻ ഉറപ്പ് നൽകിയെന്നും അതിൻ്റെ കരാറിലേക്ക് പോവുകയാണെന്നുള്ളത് ഇറാൻ അമ്മായും അമേരിക്കയുമായി ആ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ച ഒമാൻ്റെ വിദേശമന്ത്രി പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അത് പറഞ്ഞ് നേരം വെളുക്കുന്നതിന് മുമ്പ് മണിക്കൂറുകൾക്കകമാണ് ഇസ്രയേലിനെ കൂട്ടുപിടിച്ച് ഇറാനെ ആക്രമിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത് അമേരിക്കയുടെ പ്രശ്നം ഇറാനിൽ ആണവായുധം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നുള്ളതല്ല. അവരുടെ പ്രശ്നം ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇറാനിൽ എന്തുകൊണ്ട് അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് വളരെ വിഭവസമ്പന്നമായ ഒരു കേന്ദ്രമാണ്. വളരെ പൊളിറ്റിക്കലി ആൻഡ് ജിയോഗ്രഫിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കേന്ദ്രമാണ്. അതിനൊപ്പം തന്നെ വളരെയധികം വിഭവ സമാഹരണമുള്ള ഒരു രാജ്യമാണ്. ഈ ഇറാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഗ്യാസിൻ്റെ പ്രകൃതിവാതകത്തിൻ്റെ ഏറ്റവും കൂടുതൽ 2ാം സ്ഥാനത്തുള്ള രാജ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളിൽ 3ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് വെനസ്വേല. അതിപ്പോൾ അമേരിക്ക കൈയടക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ എണ്ണ ഏറ്റെടുത്ത് കഴിഞ്ഞു. അതിന് ശേഷം 2ാം സ്ഥാനത്തുള്ള സൗദി അമേരിക്കയുടെ ഭാഗമാണ്. പിന്നെ 3ാം സ്ഥാനത്തുള്ളത് ഇറാനാണ്. അപ്പോൾ ഇറാനിലേക്ക് വരുന്ന ഇറാൻ ഒരു ആഗോള പ്രകൃതി വിഭവങ്ങളുടെ ഒരു ഹബ്ബ് എന്നറിയപ്പെടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ഇറാനിലെ എണ്ണ വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആത്യന്തികമായ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടാണ് അമേരിക്ക ഇത് ചെയ്യുന്നത്. അത് ഇറാൻ എത്ര വഴങ്ങിയാലും എത്ര സമാധാനത്തിന് വേണ്ടി നിന്നാലും എല്ലാം ചെയ്യും. ഇപ്പോൾ ഇറാൻ പറയുന്നു ഞങ്ങൾക്ക് ചർച്ചയില്ല എന്ന്, ഞങ്ങളിനി ചർച്ച ചെയ്യാൻ തയ്യാറല്ല. അവരെങ്ങനെയാണ് ചർച്ച ചെയ്യുക? കാരണം ഇറാൻ്റെ പരമോന്നതനായ നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖമനേയി 1989 മുതൽ ആ രാജ്യത്തിൻ്റെ എല്ലാമായ കാര്യങ്ങളിൽ അന്തിമവാക്കായ ആളാണ് ഖമനേയി. അപ്പോൾ ഖമനേയിയുടെ ഭരണത്തെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ ചില മതാധിപത്യ നിലപാടുകളെക്കുറിച്ചോ ഒക്കെ രാജ്യത്തിനകത്തും പുറത്തും വിമർശനങ്ങളുണ്ടാവും. പക്ഷേ ഒരു പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി, അതെ അതാണ് അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തു. അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്ത ശേഷം പിന്നെ എന്ത് ചർച്ചയ്ക്കാണ് ഇറാൻ നിൽക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് പ്രശ്നം വെച്ചപ്പോൾ ഈ അമേരിക്ക ഇപ്പം യഥാർത്ഥത്തിൽ ഐക്യരാഷ്ട്ര സംഘടന 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഐക്യരാഷ്ട്ര സംഘടന നിലവിൽ വന്നു. എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഇടപെടലിന് കുറച്ചൊക്കെ ഒരു പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ട്രംപ് ഈയിടെ ഇനിയിപ്പോൾ അതൊന്നും വേണ്ട, ഞാനൊരു ബോർഡ് ഓഫ് പീസ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇപ്പം ലോകത്തൊരു വ്യവസ്ഥയില്ലാതായി മാറിയിരിക്കുകയാണ് ലോകക്രമം തന്നെ. ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നു വീണപ്പോൾ എല്ലാവരും ആഹ്ലാദിച്ചവരുണ്ട്, നമ്മുടെ നാട്ടിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആഹ്ലാദിച്ചവരുണ്ട്. ഇനിയിപ്പം ലോകത്ത് സമാധാനം വരാൻ പോയാണ്. നേരത്തെ സോവിയറ്റ് യൂണിയൻ്റെ ഇടപെടലുകളാണ് അമേരിക്കയെ പല
സോവിയറ്റ് യൂണിയനായിട്ടുള്ള മത്സരത്തിൽ പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് അമേരിക്ക ആയുധ സംഭരണം നടത്തുന്നത്, സഖ്യകക്ഷികളെ കൂട്ടുന്നത്. ഇപ്പം നാറ്റോ തന്നെ ഇപ്പോൾ അപ്രസക്തമായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും അമേരിക്കയെ പിന്തുണയ്ക്കുന്ന ചിന്താഗതിക്കാർക്കൊക്കെ ഉള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഈ സംഭവവികാസങ്ങൾ. അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ പണ്ട് ബുഷ് പ്രഖ്യാപിച്ചായിരുന്നു, ഒന്നുകിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ശത്രുക്കൾ. അതിൻ്റെ വേറൊരു രൂപമാണ് ഞങ്ങൾക്ക് ശൃംഖലകളായി നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിധി നിങ്ങൾ ഏറ്റുവാങ്ങുക. ആ ഒരു രീതിയിലേക്കാണ് ലോകം പോകുന്നത്. അല്ല, അത് മാത്രമല്ല, അതിനൊപ്പം തന്നെ അതാണ് ട്രംപിൻ്റെ പ്രഖ്യാപനം. അതാണ് മാത്രമല്ല, അമേരിക്കൻ സാമ്രാജ്യത്വം പിന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടമാണത്. അത് നമ്മുടെ ഖമനേയി കഴിഞ്ഞ ഫെബ്രുവരി 17 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഖമനേയി അമേരിക്കയെക്കുറിച്ച് പറഞ്ഞതാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ഭരണാധികാരികൾ എത്തുന്നുണ്ട്. അദ്ദേഹം വിശദമായി അമേരിക്കയെക്കുറിച്ച് ആ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വസ്തുതയാണ്. കാരണം അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ, സർക്കാർ സംവിധാനങ്ങൾ അടച്ചുപൂട്ടൽ ഇപ്പോൾ മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത്. ട്രംപിൻ്റെ ഭരണകാലത്ത് അവിടുത്തെ ധനവിനിയോഗ ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ പിന്നെ മാസങ്ങളോളം പിന്നെ ആഴ്ചകളോളം അമേരിക്ക ട്രഷറിയും അമേരിക്കയുടെ ജോലിക്കാർ, സർക്കാർ ജീവനക്കാരെല്ലാം വീട്ടിലിരിക്കുന്ന അടച്ചുപൂട്ടുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾ, ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധ നയത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ ജനസംഖ്യയിൽ നല്ലൊരു ശതമാനം കുടിയേറ്റക്കാരാണ്. അപ്പോൾ ആ കുടിയേറ്റക്കാർക്കെതിരായ അതിതീവ്രമായ നിലപാട്, തീവ്ര വലതുപക്ഷ വംശീയ നിലപാടിൻ്റെ ഭാഗമായി കുടിയേറ്റക്കാരെ പിന്നെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുന്നതിനുള്ള റെയ്ഡുകൾ, സ്കൂളിൽ പോകുന്ന പിന്നെ കുട്ടികളെ, നമ്മുടെ LP സ്കൂളുകളിലെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ സ്കൂൾ വാഹനം തടഞ്ഞു നിർത്തി ട്രംപിൻ്റെ ഏജൻറ്റുമാർ ഈ പിന്നെ കുടിയേറ്റ വിരുദ്ധ സേനാംഗങ്ങൾ പിടിച്ചുകൊണ്ട് പോവാണ്. അതിനെതിരെ അതിരൂക്ഷമായ പിന്നെ പ്രതിഷേധമാണ് അമേരിക്കയിലെ പല മിനിസോട്ട അടക്കമുള്ള പല സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. അപ്പോൾ ഇത്തരം ട്രംപ് അമേരിക്കയിൽ തന്നെ നേരിടുന്ന അതിശക്തമായ പ്രതിഷേധമുണ്ട്. ഇപ്പോൾ അടുത്ത് വന്ന ഒരു സർവേ പ്രകാരം പറയുന്നത് ട്രംപിനോ 60% പേര് ട്രംപിൻ്റെ നയങ്ങളെ അതിശക്തമായി ഇറാനെ ആക്രമിച്ചതിനെയും മൊത്തം അതിനു മുമ്പ് വന്ന കാര്യങ്ങളിൽ പിന്നെ ട്രംപിൻ്റെ നിലപാടുകൾക്ക് ശക്തമായി എതിര് നിൽക്കുന്നവരാണ്. അപ്പോൾ ഈ സാഹചര്യത്തെ കൂടി മറികടക്കേണ്ടതുണ്ട്. പിന്നെ ഇറാൻ എന്തുകൊണ്ട് ലക്ഷ്യമിടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇറാൻ പിന്നെ വളരെ സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് ഇറാൻ ഒരു പ്രകൃതി വിഭവങ്ങളുടെ ഒരു പിന്നെ അക്ഷയ ഖനി ആണെന്ന് മാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പൊളിറ്റിക്കലി ആൻഡ് എക്കണോമിക്കലി പിന്നെ മിലിറ്ററി ഇതെല്ലാ തലത്തിലും ഇറാൻ ഈ മേഖലയിലെ ഒരു ശക്തമായ സാന്നിധ്യമാണ്. ഇപ്പോൾ ഇറാൻ പിന്നെ നിലവിൽ വന്ന ശേഷം, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ വിപ്ലവത്തിന് ശേഷം 79 നിലവിൽ വന്ന ശേഷം പലസ്തീൻ എന്ന് പറയുന്ന കോസിൻ്റെ കൂടി നിരുപാധികമായി നിലയുറപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ഒരു എതിർപ്പ് അതാണ്. ഇറാൻ ഒരു പ്രതീകമാണ്, അമേരിക്കക്കെതിരെ, അമേരിക്കൻ നയങ്ങൾക്കെതിരെ ചെറുതുനിൽപ്പിൻ്റെ ഒരു പ്രതീകമാണ് ഇറാൻ. നമുക്ക് ഇറാനോടോ അല്ലെങ്കിൽ അയത്തുള്ള അലി ഖമേനിയോടോ യോജിപ്പൊക്കെ ഉള്ള ആളുകളുണ്ടാവും. പല കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും യോജിക്കണമെന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായ പശ്ചിമേഷ്യയുടെ ചെറുത്തുനിൽപ്പിൻ്റെ സ്രോതസ്സ്, ആണിക്കല്ല് ഇറാനാണ്. ആ ഇറാൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് ഖമനേയിയാണ്. ഖമനേയിയുടെ അതിശക്തമായ നിലപാടാണ്. ഇപ്പോൾ പിന്നെ അവർ ഒരേ സമയം പലസ്തീനെ സഹായിക്കുന്നു, പലസ്തീൻ്റെ കോസിനെ സഹായിക്കുന്നു, അതിനൊപ്പം പിന്നെ പലസ്തീൻ്റെ പോരാട്ടത്തെ സഹായിക്കുന്നു. അതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടെടുക്കുന്ന മറ്റ് പിന്നെ സംഘടനകൾ, അമേരിക്ക തീവ്രവാദ സംഘടനകൾ എന്ന് പറയുന്ന ഇപ്പോൾ ലെബനനിലെ ഹിസ്ബുള്ളയെ പോലും അത്തരം സംഘടനകൾക്കെല്ലാം സാമ്പത്തികമായും സൈനികമായും എല്ലാം ഇറാൻ സഹായം കൊടുക്കുന്നുണ്ട്. അതൊരു പ്രതിരോധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ടും ആ പ്രതിരോധത്തിൻ്റെ ഖമനേയി തന്നെ വിഭാവനം ചെയ്ത പ്രതിരോധത്തിൻ്റെ ഒരു അച്ചുതണ്ടുണ്ട്. ആ പ്രതിരോധത്തിൻ്റെ അച്ചുതണ്ടിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് പിന്നെ അമേരിക്ക ഇപ്പോൾ ബോംബിട്ടിരിക്കുന്നത്. അല്ല, ഇത് പറയുമ്പോൾ അമേരിക്കയുടെ നിലപാട് പറയുമ്പോൾ നമ്മൾ വേറെ കാര്യം കൂടി ഇതിനിടയിൽ തന്നെ ട്രംപ് പറയുന്നുണ്ട്, ക്യൂബയുടെ കാര്യം. ക്യൂബ യഥാർത്ഥത്തിൽ ഇറാൻ പോലൊന്നും അല്ല. ക്യൂബ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ്. അമേരിക്കയിൽ നിന്ന് ഒരു ബോട്ടിൽ പോകാൻ പോകുന്ന ദൂരേ ഉള്ളൂ. ആ രാജ്യത്തെ ഞങ്ങൾ ഏത് നിമിഷം പിടിച്ചെടുക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് അത് ക്യൂബ യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് അങ്ങനെ ആശയപരമായ ഭീഷണിയാണ്. പക്ഷേ സൈനികമായി ഒരിക്കലും ഒരു ഭീഷണി പോയിട്ട് അവർ അമേരിക്കയ്ക്ക് അവഗണിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ്. എന്നാൽ പോലും അവരുടെ മുക്കിന് മുന്നിൽ ഒരു ആശയപരമായി വേറൊരു രാജ്യം നിലനിൽക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും. ക്യൂബ കീഴടങ്ങിയിരുന്നില്ല, ക്യൂബ വെല്ലുവിളിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ സാമ്രാജ്യത്തെ വെല്ലുവിളിച്ച് ക്യൂബ ഇത്രയും പതിറ്റാണ്ടുകളായി നിൽക്കുന്നു എന്നുള്ള അതാണ് അമേരിക്കയുടെ പ്രശ്നം. പിന്നെ വേറൊരു കാര്യം, ഇത് ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ നമ്മളിപ്പം ഈ മലയാളികളെന്ന നിലയിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ നമ്മളെ ഈ ഇടതുപക്ഷ പാർട്ടികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും സമ്മേളനങ്ങളിൽ ലോകരാജ്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുന്നു, വിവിധ സാർവദേശീയ സംഭവവികാസങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ആൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഈ പശ്ചിമേഷ്യ ഉണ്ടായ സംഘർഷം ഇവരുടെ എല്ലാം കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അവിടെ 1 കോടിയുള്ള ഇന്ത്യക്കാർ,
45 ലക്ഷത്തോളം മലയാളികൾ. അവിടുത്തെ ഈ പ്രശ്നങ്ങളെല്ലാം സമാധാനപരമായി പരിഹരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അവിടെ ചെറിയൊരു ആശയക്കുഴപ്പമോ ഒരു സംഘർഷമോ ഉണ്ടായാൽ പോലും കേരളത്തെ മുഴുവൻ അത് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ, ഇന്ത്യയും ബാധിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് ആഗോള തലത്തിൽ സമാധാനം നിലനിൽക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ്. ലോക സമാധാനത്തെ പറ്റി പറയുമ്പോൾ യുദ്ധത്തിൻ്റെ വീര്യം പറഞ്ഞ് ആവേശം കൊള്ളുന്ന ചിലരുണ്ട്. അവരുടെയും മുന്നിൽ ഇത് വലിയ അതെ തീർച്ചയായിട്ടും. മാത്രമല്ല ഇപ്പോൾ പുതിയ ഒരു നെറേറ്റീവ് വരുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുകയാണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഉയർന്നൊരു ചോദ്യം, ഒന്ന് ഇറാനെ ആക്രമിച്ചു, അവരുടെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തി, അവരെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് രണ്ടും കൈയും വിട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാൻ്റെ സൈനിക ശേഷി വെച്ചിട്ട് അമേരിക്കൻ വൻകരയെ തൊടുന്ന മിസൈലുകളൊന്നും അവർക്കില്ല. അവരുള്ളതായിട്ടൊക്കെ അവകാശപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും അത് അത്രത്തോളം പ്രാപ്യമല്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അവരെ കൊണ്ട് തകർക്കാൻ പറ്റുന്ന അമേരിക്കയുടെ ബേസുകളിലേക്ക് ആക്രമണം നടത്തുക എന്നുള്ളതാണ്. അത് ഗൾഫ് രാജ്യങ്ങളിലെല്ലാം അമേരിക്കയുടെ ബേസ്, ഇപ്പോൾ ഖത്തറിലാണ് മേഖലയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളം, അതുപോലെയുള്ള സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അമേരിക്ക ഒരേ സമയം ഒരു ദ്വിമുഖ തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർ നേരിട്ട് ഇറാനെ അറ്റാക്ക് ചെയ്യുന്നു, അതേസമയം ഇറാൻ തിരിച്ച് അമേരിക്കയിലെ ആക്രമണം നടത്താൻ പറ്റാത്തതുകൊണ്ട് ഗൾഫ് കൺട്രീസിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേർക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇറാൻ അയൽപക്കത്തുള്ള രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഇറാനെ ആ തരത്തിൽ ഒറ്റപ്പെടുത്തുക, അതിനൊപ്പം പിന്നെ അവരുടെ നേരിട്ടുള്ള ആക്രമണം നടത്തുക. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ഖമനയെ കൂടി വകവരുത്തോടുകൂടി ഇറാനെ സമ്പൂർണ്ണമായി കൈയടക്കുക എന്നുള്ളൊരു ഇറാനെ കൈയടക്കുക. അതേ വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ യൂറോപ്പിലെ നാറ്റോ താവളങ്ങളും അമേരിക്കൻ സൈനിക താവളങ്ങളെല്ലാം പൂട്ടേണ്ട സ്ഥിതിയാണ്. അപ്പോൾ ഈ ഗൾഫ് മേഖലയിലും നമ്മുടെ മധ്യപൗരസ്ഥ ദേശം അവിടെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ശാശ്വതമാക്കുക എന്നുള്ളൊരു ഉദ്ദേശവും കാണും. അതുണ്ട്. അമേരിക്കയുടെ നേരത്തെ വിജേഷ് പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ പണം വേണം. അപ്പോൾ ഈ സൈന്യത്തെ തീറ്റിപ്പോറ്റാൻ ആവശ്യമായ പണം വേണം. ഇതെല്ലാം ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ ചെലവിൽ എല്ലാ കാലത്തും, ഇനിയിപ്പോൾ സമാധാനം നിലനിന്ന് കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു പ്രസക്തിയില്ലല്ലോ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളുടെയും എണ്ണയുടെയും ചെലവിൽ അമേരിക്കയുടെ സൈന്യത്തെ തീറ്റിപ്പോറ്റുക. അപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ എന്തായാലും വൻതോതിൽ അമേരിക്കൻ സൈന്യം ഇവിടെ വിന്യസിക്കും. അത്തരം വിന്യാസം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. നമ്മളിപ്പോൾ അമേരിക്കയ്ക്ക് വഴങ്ങി നിൽക്കുന്നുവെങ്കിൽ പോലും നമ്മുടെ തൊട്ടടുത്ത് അമേരിക്കയുടെ സൈനിക താവളം വരുന്നു. പിന്നെ അത് ഏത് നിലയ്ക്ക് പോകുമെന്നുള്ളത്, കാരണം ഇറാൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ചൊൽപ്പടിക്കായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മേഖലയിലെ രാജ്യങ്ങൾ മുഴുവൻ, നമ്മുടെ ഗൾഫ് കൺട്രീസ് അടക്കം അമേരിക്കൻ ആധിപത്യമുള്ള അല്ലെങ്കിൽ അമേരിക്കയുടെ നയങ്ങൾക്ക് വഴങ്ങുന്ന രീതിയിൽ ഭരണാധികാരികൾ വഴങ്ങേണ്ടി വരും. അപ്പോൾ ആ നിലയ്ക്ക് അത് മലയാളികളെ പോലും അവിടെ ജോലി ചെയ്യുന്ന ആളുകളെയും അവിടുത്തെ കുടിയേറ്റ പ്രശ്നം, അവിടുത്തെ വിസ പ്രശ്നം, ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം വരുമ്പോൾ അത് കേരളത്തെ ഇന്ത്യയൊക്കെ ബാധിക്കുന്ന വിഷയമാണ്. മാത്രമല്ല ഇത് നമ്മൾ ഇതിനു മുമ്പ് പല രാജ്യങ്ങളിലും ഇപ്പോൾ നമ്മുടെ മേഖലയിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. പശ്ചിമേഷ്യയിൽ തന്നെ ഇപ്പോൾ ഇറാഖിൽ അവിടെ രാസായുധം ഉണ്ട് എന്ന് പറയുന്നു, സദ്ദാം ഹുസൈൻ ആക്രമിക്കുന്നു, അദ്ദേഹത്തെ പരസ്യമായിട്ട് വിചാരണ ചെയ്യുന്നു, അദ്ദേഹത്തെ പിന്നെ എത്രയോ കാലം വിചാരണ ചെയ്ത് തൂക്കിക്കൊല്ലുന്നത് പിന്നെ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നു. ഒരു രാസായുധവും അവിടെ നിന്ന് ഇതുവരെ കണ്ടെടുത്തിട്ടില്ല. അതുപോലെ പിന്നെ ലിബിയയിൽ മുഹമ്മർ ഗദ്ദാഫി എന്ന് പറയുന്ന ലിബിയയിലെ ഭരണാധികാരിയെ അദ്ദേഹത്തെ ഒരു തെരുവ് നായയെ പോലെ ഇങ്ങനെ തെരുവിൽ കൂടി പിന്നെ ഓടിച്ചിട്ട് കൊല്ലുകയാണ്. അത്രയും ഭീകരമായി അമേരിക്ക ഈ രാജ്യങ്ങളിലെല്ലാം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആവർത്തനമാണ് ഖമനിയെ ഓടിക്കാൻ പറ്റിയിട്ടില്ല, അദ്ദേഹം ആദ്യത്തെ ആക്രമണത്തിൽ തന്നെ മരിച്ചു എന്നുള്ളതാണ്. അല്ല, എന്തൊക്കെ കുഴപ്പമുണ്ടെങ്കിലും ഈ ലിബിയ, സിറിയ, ഇറാഖ് ഇതൊക്കെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ മതനിരപേക്ഷ. അതെ, ഇപ്പോൾ സിറിയയിൽ ബഷാർ അൽ അസദിൻ്റെ ഭരണകൂടം ഇല്ലാതായത് അത് വലിയൊരു തിരിച്ചടിയാണ്. കാരണം അവിടെ ഇപ്പോൾ ഭരിക്കുന്നത് അമേരിക്ക തന്നെ ഒരിക്കൽ ഭീകരൻ എന്ന് പറഞ്ഞ് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആളിനെയാണ് ഇപ്പോൾ അവിടുത്തെ ഭരണാധികാരിയെ പിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ബഷാർ അൽ അസദ് ഈ പറയുന്ന പോലെ ഈ മേഖലയിലെ ഒരു അമേരിക്കൻ സാമ്രാജ്യത്തിന് ഒരിക്കലും വഴങ്ങാത്ത ഒരു മതനിരപേക്ഷനായ ഭരണാധികാരിയായിരുന്നു. അപ്പോൾ ഇത്തരം ഭരണാധികാരികളെല്ലാം പിന്നെ ഉന്മൂലനം ചെയ്തോ നിഷ്കാസിതരാക്കിയോ കൊലപ്പെടുത്തിയോ ഒക്കെ അമേരിക്ക ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ആയാലും ഈ പറഞ്ഞതുപോലെ ഇറാഖ്, ലിബിയ, സിറിയ, ഇങ്ങനെയുള്ള എല്ലാ രാജ്യങ്ങളിലും പിന്നെ അവിടെ ഇടതുപക്ഷ അഫ്ഗാനിസ്ഥാനിൽ കമ്മ്യൂണിസ്റ്റ് ഇതായിരുന്നു. മറ്റെല്ലാ രാജ്യങ്ങളിലും സോഷ്യലിസ്റ്റ് ആശയങ്ങളോട് പിന്നെ പൂർണ്ണമായി സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു അംശമുള്ള, അതേസമയം വളരെ ഉറച്ച മതനിരപേക്ഷ ചിന്താവാദികളായ ഭരണാധികാരികളായിരുന്നു. ഇവർക്കെല്ലാം പകരം വന്നിരിക്കുന്നത് തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു ഇതാണ് ഉയർപ്പ്. എല്ലാ അപ്പൊ അമേരിക്കയുടെ ഇടപെടൽ വഴി സമാധാനമല്ല. ഇപ്പൊ സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന പറഞ്ഞ ആളാണ്. പക്ഷെ ഒരു സ്ഥലത്ത് ഇവരൊന്നും സമാധാനം ഉണ്ടായിട്ടില്ല. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സമാനമായ ഇടപെടലുണ്ട്. അമേരിക്കയും മറ്റ് സാമ്രാജ്യത്വ ശക്തികളും എണ്ണയ്ക്ക് വേണ്ടിയും പ്രതികൾക്ക് വേണ്ടി നടത്തിയ യുദ്ധം, അവിടെ എല്ലാം നിരന്തര യുദ്ധങ്ങളാണ്. നേരത്തെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം, അതിന് മുമ്പ് സ്പെയിൻ. അപ്പോൾ ഈ സാമ്രാജ്യത്വ ഇടപെടലുകൾ ലോകത്തൊരു സ്ഥലത്തും സമാധാനം കൊണ്ടുവന്നില്ല. അത് ഖമനേയി തന്നെ പറഞ്ഞിട്ടുള്ളത്,
ഖമനയെ ഇറാനോട് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇപ്പോൾ പിന്നെ അമേരിക്ക ഇറാൻ ജനതയോട് പറയുന്നത് ഖമനയെ ഞങ്ങൾ കൊന്നു, ഞങ്ങൾ ഖമനയെ കൊന്നു തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല അവസരമാണ്, വേണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടോളൂ, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്തു തരാമെന്നാണ്. ഖമനെ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഇറാൻ ജനത പറഞ്ഞിട്ടുണ്ട്, സാമ്രാജ്യത്വം പല പ്രലോഭനങ്ങളും തരും, പക്ഷേ അത് ആത്യന്തികമായ സമാധാനത്തിലേക്കല്ല ദുരന്തത്തിലേക്കാണ് നയിക്കുക എന്നുള്ളത് ഖമനെ വളരെ മുൻകൂട്ടി പിന്നെ നൽകിയിട്ടുണ്ട്, മാർഗ്ഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇറാനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഇറാനിൽ വലിയൊരു പ്രതിസന്ധിയുണ്ട്. കാര്യം ഖമനയെ പോലൊരു ഇല്ലാതായിരിക്കുന്നു, അവിടുത്തെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ പിന്നെ തലവനടക്കം കൊലപ്പെടുത്തിയിരിക്കുന്നു. അടുത്ത സ്ഥാനത്തേക്ക് വരുമെന്ന് കരുതപ്പെട്ടിരുന്ന രണ്ടാം നിരയിലുള്ള ഒന്നിലധികം നേതാക്കളെ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പലയിടങ്ങളിൽ വെച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇറാനിലുള്ള ഒരു നേതൃത്വത്തിലുള്ള ഒരു ശൂന്യത, അത് അധികം വൈകാതെ അമേരിക്കയ്ക്ക് ഒരു ആധിപത്യം സ്ഥാപിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമെന്നാണ് എനിക്ക് പൊതുവിൽ തോന്നുന്നത്. സാധാരണ നിലയിൽ അങ്ങനെ ചിന്തിക്കാനേ വഴിയുള്ളൂ. ഇതിപ്പം നമ്മളിപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ ക്യൂബൻ വിപ്ലവ നായകൻ ഫിഡൽ കാസ്ട്രോ പറഞ്ഞ സംഭവമുണ്ട്, ഓരോ പരമാധികാരി രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാന ശിലകൾ ഇളക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതുവഴി ലോകത്തിൻ്റെ മുഴുവൻ നായകത്വം ഏറ്റെടുക്കുകയും അവരുടെ സാമ്പത്തികമായി മാത്രമല്ല സാംസ്കാരികമായും സൈനികമായും ലോകത്തെ ഒന്നടങ്കം കീഴടക്കി അമേരിക്കയുടേതായ ഒരു അവർ വിഭാവനം ചെയ്യുന്ന അങ്ങേറ്റം കുഴപ്പമെന്ന് പറഞ്ഞ ഒരു സംവിധാനം കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഇവർ പല രാജ്യങ്ങളിൽ ഈ ഗ്രീൻലാൻഡിനെ ഉൾപ്പെടെ കൂടെ വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിലേക്ക് ലോകത്തെ നയിക്കുന്ന അമേരിക്കയ്ക്ക് കൈയടിക്കുന്ന ആളുകൾ ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തലപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ മുമ്പുള്ള ഏറ്റവും. അതെ, ആത്യന്തികമായി പിന്നെ കേരളത്തിലടക്കം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ തീകോരിയിടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും കാര്യങ്ങൾ ഇപ്പോഴും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും അമേരിക്കൻ സാമ്രാജ്യത്വവും ഇസ്രായേലും ചേർന്നാണ്. ഇറാനെ അതിലേക്ക് വലിച്ചിഴച്ച് അവരെ കൊണ്ട് പിന്നെ യുദ്ധം ചെയ്യിപ്പിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ശരിക്കിത് നമ്മളെ കണ്ണു തുറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഏത് നിലവാരത്തിൽ ഏത് പക്ഷത്ത് നിന്ന് പിന്നെ പ്രവർത്തിക്കണമെന്നുള്ളതിനെക്കുറിച്ച്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് നമ്മുടെ തൊട്ടരികിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ വീണ്ടും ഇക്കാര്യങ്ങളെ പറ്റി നമുക്ക് വിശദമായി വിലയിരുത്തേണ്ടി വരും.